വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ബിരിയാണി റെഡിയാക്കാം. അതിനായിട്ട് ബിരിയാണി പൊട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 സവാള നൈസായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. സവാള ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം ഇനി സവാള ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി ഞാനിതൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. സവാള വഴന്നു വന്നതിന് ശേഷം ഇപ്പോൾ സവാള ഒരുവിധം വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ തക്കാളി ആണെങ്കിൽ 4 തക്കാളി എടുക്കുക. ഇനി അതിലോട്ട് 3 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3ഉം കൂടി ചേർത്ത് ചതച്ചെടുത്തതാണ്. അത് 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് വഴന്ന് വരട്ടെ. ഇപ്പോൾ തക്കാളി എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. അതൊന്ന് വഴന്ന് വരട്ടെ. ഇപ്പോൾ ഇത് മസാല എല്ലാം വഴന്ന് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് ഒരു ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറുനാരങ്ങയുടെ നീര്, 1/4 കപ്പ് തൈര്, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നന്നായി കഴുകി വെള്ളമെല്ലാം വാർത്തെടുത്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് അടച്ചു വെച്ച് ചിക്കൻ വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് ഫുൾ ഫ്ലെയിമിലിട്ട് ഒന്ന് നന്നായി തിളച്ച് തുടങ്ങുമ്പോൾ ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കുക. പിന്നെ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ചിക്കൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ചിക്കനിലോട്ട് വേറെ വെള്ളം ഒഴിച്ച് കൊടുക്കൊന്നും വേണ്ട. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമെല്ലാം ഇറങ്ങി വരും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ അവിടെ വെന്ത് വരട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ വിട്ടുപോകരുത്. ഇനി റൈസ് വേവിക്കാനായിട്ട് കുക്കർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഏലക്ക, പട്ട, പൂവ് എന്നിവ ചേർത്തു. പിന്നെ കഷ്ണം ക്യാരറ്റും ഒരു പകുതി സവാളയും കൂടി അരിഞ്ഞത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച പേസ്റ്റും ചേർത്ത് കൊടുത്തു. കഴുകി വെള്ളം വാർന്ന അരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് റൈസ് വേവിക്കാൻ വെച്ചു. ഇപ്പോൾ മസാല റെഡിയായി വന്നിട്ടുണ്ട്. ചിക്കൻ എല്ലാം ഒരുവിധം വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും കൂടി അതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ദമ്മിടാൻ വേണ്ടി ഞാൻ വേവിച്ചിട്ടുള്ള റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉള്ളി, സവാള മൊരിച്ചിട്ട് കൊടുക്കാം. കാഷ്യൂം കിസ്മിസും അതും മൊരിച്ചിട്ടിട്ട് കൊടുക്കാം, പൊരിച്ചെടുത്തിട്ട്. ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയി കഴിഞ്ഞു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ബിരിയാണിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു ബിരിയാണിയാണ്.